അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ സാധാരണ ഉപയോഗിക്കാറുള്ള 2 ശൈലികൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലോസ് ഓഫ് ഫേസ്, മുഖം നഷ്ടമാക്കുക, മുഖം നഷ്ടപ്പെടുക എന്ന് സാധാരണ പറയാറുണ്ട്. അതുപോലെ സേവിങ് ഫേസ്, മുഖം രക്ഷിക്കുക എന്ന് പറയാറുണ്ട്. ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സാധാരണ നമുക്ക് എവിടെയെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള അഭിപ്രായത്തിന് കോട്ടം സംഭവിക്കുകയോ വിമർശിക്കപ്പെടുകയോ നാം തെറ്റിദ്ധാരണയിൽ ആകപ്പെടുകയോ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നൊരു പദമാണ് ലൂസിങ് ഫേസ്, മുഖം നഷ്ടപ്പെടുക എന്നുള്ളത്. അങ്ങനെ ഒരു ലോസ്റ്റ് ഫേസ്, നഷ്ടപ്പെട്ടൊരു മുഖവുമായിട്ട് ജീവിക്കാൻ ആർക്കും താല്പര്യമില്ല. എത്രയും വേഗം ദേ വാണ്ട് ടു സേവ് ദെയർ ഫേസ്, മുഖം രക്ഷിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നല്ല അഭിപ്രായം നല്ല നിലയിൽ മറ്റുള്ളവർ അറിയണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകളെ സമയത്തോളം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് അതിൽ തന്നെയല്ല അവർക്ക് കൂടുതൽ പ്രയാസമായി തീരുന്നു. അവരുടെ പ്രയാസം ഈ തെറ്റ് മറ്റാരെങ്കിലും അറിഞ്ഞോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഒച്ച കൂടുമ്പോൾ ഭർത്താവ് മിണ്ടാരിയടി അയൽവക്കക്കാർ കേൾക്കും. അപ്പോൾ ആ ഒച്ചയും വഴക്കിനേക്കാളും കൂടുതൽ അവർക്ക് പ്രസക്തമായിരിക്കുന്ന അതേഴ്സ് വിൽ കം ടു നോ, മറ്റുള്ളവരത് അറിയും എന്നുള്ളതാണ്. ഈ നിലയിൽ പലപ്പോഴും തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ആ തെറ്റ് തന്നെയല്ല, മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് കിട്ടുന്ന ധാരണയാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സാധാരണ ആളുകളൊക്കെ ജീവിക്കുന്ന ഒറ്റ കൽപ്പനയുമായിട്ടാണ്, ദൗ ഷാൽ നോട്ട് ബി കോട്ട്, നീ പിടിക്കപ്പെടരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആളുകൾക്ക് പ്രശ്നമില്ല. ഇത് തെറ്റിനെ സംബന്ധിച്ച് മാത്രമല്ല, ശരിയായ കാര്യങ്ങളെ സംബന്ധിച്ചും ഇതേ നിലയിലാണ് മനുഷ്യർ പ്രതികരിക്കുന്നത്. നല്ല കാര്യങ്ങൾ എത്ര ക്ഷിപ്രകോപിയാണെങ്കിലും ശാന്തശീലൻ എന്നറിയപ്പെടുവാനായിട്ടാണ് ആളുകൾ ശ്രമിക്കുന്നത്, അല്ലെ ആഗ്രഹിക്കുന്നത്. എത്ര സ്റ്റിഞ്ചിയാണെങ്കിലും, ആർക്കും കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്ന വ്യക്തിയാണെങ്കിലും ഔദാര്യ മനസ്കൻ എന്നറിയപ്പെടുവാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു നല്ല മുഖം അവരാഗ്രഹിക്കുന്നു. ക്ഷമാശീലൻ, മഹാമനസ്കൻ, ഔദാര്യമുള്ള ആൾ, പരസ്പരം സഹായിക്കുന്നയാൾ, സ്നേഹമുള്ള മനുഷ്യൻ, ഈ നിലയിലെല്ലാം അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയും അവരുടെ പ്രവൃത്തികൾ ആ നിലയിൽ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. നാം വിചാരിക്കുന്ന പോലെ നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികളും സൽപ്രവൃത്തികളുമെല്ലാം പലപ്പോഴും അതിൻ്റെ ലക്ഷ്യം നന്മയും സൽപ്രവൃത്തിയും തന്നെയല്ല. അതിൻ്റെ ലക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മുഖമുണ്ടാകുക എന്നുള്ളതാണ്. മറ്റുള്ളവർ അറിഞ്ഞിരുന്നില്ല എങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു സ്ഥാനമോ പേരോ നന്ദിയോ അക്നോളജ്മെൻറ്റ്, റെക്കഗ്നീഷൻ, അംഗീകാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ലിസ്റ്റിലോ എവിടെയെങ്കിലും പരസ്യമായിട്ട് പറയുകയോ എവിടെയെങ്കിലും ഒരു ഫോട്ടോയോ ഇങ്ങനെയുള്ള നിലയിലൊക്കെ നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെട്ടില്ലായിരുന്നെങ്കിൽ നാം ചെയ്യുന്ന ഒട്ടുമുക്കാല് കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. ആ നിലയിൽ വളരെ മനുഷ്യോന്മുഖമായിട്ടാണ് നാം ജീവിക്കുന്നത്. മറ്റ് മനുഷ്യരുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള ജീവിതം. എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായി ജീവിക്കുന്ന ഒരു വളരെ ചെറിയ കൂട്ടം ആളുകളുണ്ട്. അവരെ സമയത്തോളം മറ്റു മനുഷ്യർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷെങ്കിലും ഒരളവിൽ പ്രസക്തമായി തോന്നാമെങ്കിൽ തന്നെയും അതിലുപരിയായിട്ട് ദേ ലീവ് ബൈ ദ കൺവിക്ഷൻസ്, അവരുടെ ബോധ്യങ്ങളനുസരിച്ച് ജീവിക്കുന്നവരാണ്, മനസ്സാക്ഷിക്കത്തോളം ജീവിക്കുന്നവരാണ്. പലപ്പോഴും അവരെ സ്വാധീനിക്കുവാൻ അവർക്ക് കിട്ടുന്ന നല്ല അഭിപ്രായ പ്രകടനങ്ങൾ, സ്വാധീനങ്ങൾ, സൽപ്പേരുകളുടെ വെളിച്ചത്തിലൊക്കെ പലപ്പോഴും അവർ അവരുടെ നിലപാടുകൾ മാറ്റിയില്ല എന്ന് വരും. നമുക്കവരെക്കുറിച്ച് പ്രിൻസിപ്പിൾഡ് എന്ന് പറയാം. വളരെ ജീവിത പ്രമാണമുള്ളവരാണ്. അവരുടെ ബോധ്യങ്ങൾക്കും അവരുടെ മനസ്സാക്ഷിക്കും ഒക്കെ അനുസരിച്ച് മാത്രം ചെയ്യുന്ന പ്രിൻസിപ്പിൾഡായിട്ടുള്ള ജീവിത പ്രമാണമുള്ള വ്യക്തികളാണ്. അങ്ങനെയുള്ളവരെ നാം പൊതുവെ ഉത്തമന്മാർ, അവരെ പൊതുവെ നാം പ്രത്യേകം ശ്രദ്ധിക്കും. അവർ വ്യത്യസ്തരായിരിക്കുന്ന ആളുകളാണ്. വിശ്വാസ സമൂഹത്തിൽ ഉത്തമ വിശ്വാസികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെയാണ്. ഹു സ്റ്റാൻഡ് സിംഗുലർ, അവരെ സമയത്തോളം വ്യത്യസ്തമായിട്ട് എല്ലാ നിലയിലും മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടമില്ലാതെ അവർക്ക് സ്വന്തമായിരിക്കുന്ന അഭിപ്രായം, സ്വന്തമായിരിക്കുന്ന പ്രമാണം, അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം ആണ് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ജീവിതമെന്ന് നാം കരുതാറുണ്ട്. എന്നാൽ ഞാൻ ഈ അടുത്ത് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നാം നേരത്തെ വായിച്ച വേദഭാഗത്തിൽ
പൗലോസ് തൻ്റെ ജീവിത പ്രമാണമായി താൻ കാര്യങ്ങളെ സമീപിക്കുന്നത് ചെയ്യുന്നത് സംബന്ധിച്ച് തൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, തൻ്റെ അനുവർത്തന നിയമങ്ങളെക്കുറിച്ച് പറയും. നാം വായിച്ചെടുത്ത് കാണുന്നത്, മനുഷ്യർ ചെയ്യുന്ന ഏതെങ്കിലും വിസ്താരം, ഇവാലുവേഷൻ ബൈ മാൻ, മനുഷ്യനാൽ എൻ്റെ ജീവിതം വിലയിരുത്തപ്പെടുക. പൗലോസ് പറയുന്നത്, മനുഷ്യരങ്ങനെ എൻ്റെ ജീവിതത്തെ വിലയിരുത്തിയാൽ ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഐ ഡോണ്ട് ലീവ് ബൈ വാട്ട് പീപ്പിൾ സേ, ദെയർ ഒപ്പീനിയൻ, ദെയർ ഇംപ്രഷൻസ്. ആളുകളുടെ അഭിപ്രായം, അവരുടെ അഭിനന്ദനങ്ങൾ, അവരുടെ തെറ്റും ശരികളുടെയും മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതം അതിന് വിധേയപ്പെടുത്തിയല്ല ജീവിക്കുന്നത്. ജീവിതത്തിൽ നല്ലൊരു സാക്ഷ്യം എത്രയും പ്രധാനമാണ്. മറ്റ് മനുഷ്യരുടെ മനസ്സാക്ഷിക്ക് നമ്മുടെ ജീവിതം ബോധ്യപ്പെടേണ്ടത് അനിവാര്യമാണ്. ആ കാര്യമല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നാൽ മറ്റു മനുഷ്യരുടെ ബോധ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അല്ലെ മറ്റു മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം രൂപീകരിക്കപ്പെടുക, ഇതാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റു മനുഷ്യർ നമ്മെക്കുറിച്ച് നന്മ പറഞ്ഞാൽ നാം ചെയ്യുന്ന നന്മയെന്ന് അർത്ഥമില്ല. അതുപോലെ തന്നെ മറ്റു മനുഷ്യർ നമ്മെക്കുറിച്ച് തിന്മ പറഞ്ഞാലും അതിനർത്ഥമില്ല. പൗലോസ് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, മനുഷ്യരുടെ വിലയിരുത്തപ്പെടുക. 2, പൗലോസ് പറയുന്ന കാര്യം, ഞാൻ എന്നെ തന്നെയും വിധിക്കുന്നില്ല. ഇൻട്രോസ്പെക്ഷൻ, താൻ സ്വയം ശോധന എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. സ്വയം ശോധനയ്ക്കും വേദപുസ്തക പ്രകാരം ഒരു സ്ഥാനമുണ്ട്. എന്നാൽ നാം പലപ്പോഴും അത് വേണ്ടവണ്ണം ചെയ്യാഴുകയാൽ പലപ്പോഴും നാം അതിൽ നിന്ന് എത്തുന്ന അനുമാനം തെറ്റിപ്പോകും. കാരണം നാം നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മുടെ അറിവിൻ്റെ വെളിച്ചത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർ ജഡ്ജ്മെൻറ്റ് ഈസ് ഓൾവേസ് ഇൻ ഫേവർ ഓഫ് അസ്. നമുക്ക് അനുകൂലമാണ് സാധാരണ നമ്മുടെ വിധികളും നമ്മുടെ നിർണയങ്ങൾ. അതുകൊണ്ട് നാം നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാം. ഇൻട്രോസ്പെക്ഷൻ, സ്വയം ശോധന, പലപ്പോഴും തെറ്റായിട്ടുള്ള ഇടത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ മാനസിക ഘടന, നമ്മുടെ ജീവിത രീതി, നാം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ വിധികൾ വരുന്നത്. ചുരുക്കം പേരെങ്കിലും എല്ലാവർക്കും പ്രതികൂലമായിട്ട് ചില മാനസിക കാരണത്താൽ വിലയിരുത്തുന്നവരുമുണ്ട്. സ്വയം ശോധന അതിൽ തന്നെ, അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല. അത് നമ്മളെ വേണ്ട യഥാർത്ഥമായിരിക്കുന്ന അനുമാനത്തിലെത്തിക്കുകയില്ല. പൗലോസ് പറയുകയാണ്, But God is one who judges me. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. മറ്റുള്ളവരാലുമല്ല, സ്വയം വിധിയാലുമല്ല, ദൈവവിധിയുടെ മുമ്പാകെ നിൽക്കുന്ന ഒരുവനായിട്ടാണ് പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നത്. ലിവിങ് ബിഫോർ ഗോഡ്, ദൈവത്തിന് മുമ്പാകെ ജീവിക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ താൻ പഠിപ്പിച്ച ഗിരിപ്രഭാഷണത്തിൽ കാണുന്ന ഒരു കാര്യം, മനുഷ്യനെ പിതാവെന്ന് വിളിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചതുപോലെ തന്നെ ആ പിതാവിനെക്കുറിച്ച് പല കാര്യങ്ങളും കർത്താവ് പഠിപ്പിച്ചു. അതിലൊന്ന്, പിതാവിന് നൽകിയൊരു വിശേഷണം രഹസ്യത്തിൽ കാണുന്ന പിതാവെന്നാണ്. ഫാദർ ഹു സീസ് ഇൻ സീക്രട്ട്. നമ്മുടെ ജീവിതത്തെ ആളുകൾ അറിയുന്ന എത്രയോ കുറച്ച് മാത്രമാണ്, പുറമേ മാത്രം അറിയുന്നു. നാം നമ്മെ തന്നെ ശോധന ചെയ്താൽ വേണ്ടവണ്ണം നമ്മെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയില്ല. ബട്ട് ഗോഡ് ഈസ് ഓൾ നോയിങ്. എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മുമ്പാകെ ജീവിക്കണം. നാം പിതാവേ എന്ന് വിളിക്കുന്നത് അർത്ഥവത്തായി നാം വിളിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം കൂടി നാം ഉറപ്പാക്കണം. ഞാൻ വിളിക്കുന്ന ഈ പിതാവ് രഹസ്യത്തിൽ കാണുന്ന പിതാവാണ്, എല്ലാം അറിയുന്ന പിതാവാണ്. അവനറിയാതെ ഒന്നുമില്ല. എൻ്റെ ഹൃദയ നിരൂപണങ്ങളെയും ചിന്തകളെയും മനോഭാവങ്ങളെയും ഞാൻ ചെയ്യുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളെയും എല്ലാം നന്നായിട്ട് അറിയുന്നൊരു പിതാവിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത്. ഐ കൻ ഹൈഡ് തിങ്സ് ഫ്രം എവ്രിബഡി, ബട്ട് ഫ്രം വൺ ഐ കൻ നെവർ ഹൈഡ് എനിത്തിങ്. എല്ലാവരിൽ നിന്നും എനിക്ക് മറഞ്ഞ് എനിക്ക് ഒളിഞ്ഞു പാർക്കുവാനായിട്ട് കഴിയും, എനിക്ക് പറയുവാനും ചെയ്യുവാനും കഴിയും. ബട്ട് ഫാദർ ഈസ് എ വൺ ഹു സീസ് ഇൻ സീക്രട്ട്. രഹസ്യത്തിൽ കാണുന്നത് പിതാവാണ്. ആ പിതാവിന് മുമ്പെയാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉപവാസം, ഞാൻ ദാനം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന എല്ലാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ ആർക്കെങ്കിലും ദാനം ചെയ്യുമ്പോൾ, വെൻ യു ഹെൽപ്പ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സഹായിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ രഹസ്യത്തിൽ കാണുന്ന പിതാവിന് മുമ്പാകെ അത് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർപ്പിക്കട്ടെ. നാം പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇരട്ട ഉദ്ദേശമുണ്ട്. പ്രാർത്ഥനയും നടക്കണം, പ്രാർത്ഥിക്കുന്ന ആളായിട്ട് അറിയപ്പെടുകയും വേണം. ദശാംശം കൊടുക്കണമല്ല, അതിൽ കൂടുതൽ കൊടുക്കണം. എങ്കിലും കൊടുത്ത ഒരാളായിട്ട് അറിയുകയും വേണം. 2 ലിസ്റ്റിലുമുണ്ട്, ദൈവത്തിൻ്റെ ലിസ്റ്റിലുമുണ്ട്, മനുഷ്യരുടെ ലിസ്റ്റിലുമുണ്ട്. വി വാണ്ട് ടു ഇംപ്രസ് ഗോഡ് ആൻഡ് മാൻ. ഒരുമിച്ച് ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ നാം സമ്മതനായി തീരണം. നൗ കർത്താവ് പറഞ്ഞ കാര്യം, അങ്ങനെ നാം ചെയ്യുമ്പോൾ, വെൻ വി ഡു തിങ്സ് ബിഫോർ മെൻ, മനുഷ്യരുടെ മുമ്പാകെ, അവരുടെ മുമ്പാകെ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. യുവർ റിവാർഡ് ഈസ് വൺ. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു.
Now don't wait. നിങ്ങൾ കർത്താവിനായിട്ട് ചെയ്ത കാര്യങ്ങൾക്കായിട്ട്, സഹനങ്ങൾക്കായിട്ട്, നന്മകൾക്കായിട്ട്, സഹായങ്ങൾക്കായിട്ട് ഒന്നും നിങ്ങൾ മറ്റൊരു സമയത്തേക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. അനേകരും ന്യായവിധി ദിവസത്തിൽ അനേകർക്കൊരു ഷോക്കുണ്ടാവും. കാരണം അവർ ചെയ്ത വലിയ വലിയ കാര്യങ്ങൾക്കായിട്ടൊന്നുമില്ല, അവർക്കൊരു പ്രതിഫലമില്ല. കാരണം കർത്താവ് പറഞ്ഞു, ടുഡേ, ഇന്ന് നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞു. ചെയ്യേണ്ട ഒരു കാര്യം, live before the judgment seat of Christ today. ഇന്ന് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ ജീവിക്കണം. അവൻ്റെ മുമ്പാകെ ജീവിച്ചുകൊണ്ട് ഓൾ നോയിങ് ഗോഡ്, എല്ലാം അറിയുന്ന ദൈവമേ, അവിടുത്തെ മുമ്പാകെ ഞാൻ എല്ലാം ചെയ്യുന്നു. അവർക്കാണ് രഹസ്യത്തിൽ കാണുന്ന പിതാവ് പരസ്യമായിട്ട് പ്രതിഫലം നൽകുവാനായിട്ട് പോകും. അതെ, നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ കൊണ്ടുവന്ന ശേഷം രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ മുമ്പാകെ നാം അർത്ഥപൂർണമായിട്ട് ജീവിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വലിയ തനിമ, തിറം, അർത്ഥം, ജീവിതത്തിൽ പുതുക്കം, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്നൊരു ജീവിതം ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരും. എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ അവനുമായിട്ട് അത്രയും നമുക്ക് കാര്യമുള്ളത്. കർത്താവ് ഒടുവിൽ ന്യായവിസ്താര സമയത്ത് കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിച്ച ശേഷം ഒരു കൂട്ടരോട് പറയുന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് വിശന്നു, ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു. ഇതൊക്കെയുമായിരുന്ന സമയത്ത് എന്നെ കാണാൻ വന്നു, എന്നെ ഉടുപ്പിച്ചു, എനിക്ക് ഭക്ഷണം തന്നു. ഈ നിലയിലെല്ലാം തങ്ങൾ കർത്താവിന് ചെയ്തു എന്ന് കർത്താവ് പറയുമ്പോൾ ആ ചെമ്മരിയാടുകൾ, ആ ഭാഗത്തിരിക്കുന്നവർ ആ നന്മയെ എതിർച്ചു, കർത്താവ് എപ്പോൾ, when did we do that? അപ്പോൾ കർത്താവ് പറയുന്ന കാര്യം, ഈ ഒരു ചെറിയവന് സ്വാഭാവികമായിട്ട് ദൈവസന്നിധിയിൽ ആർക്കും വേണ്ടിയല്ല, മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടില്ല, ഇറ്റ് ബിക്കെയിം ദെയർ ഹാർട്ട് ആൻഡ് നേച്ചർ, അവരുടെ ഹൃദയം പ്രകൃതമായി ദൈവത്തിനെന്ന വണ്ണം അവരെപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവർ തന്നെയും കോൺഷ്യസ് ആയിരുന്നില്ല, അവർ തന്നെ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല. ഇറ്റ് ബിക്കെയിം പാർട്ട് ഓഫ് ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. ബട്ട് ഗോഡ് വാസ് റെക്കോർഡിങ് ഇറ്റ്. ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ടായിരുന്നു. അതേ, ആ ഒരു ദൈവത്തിൻ്റെ ഭാഗം നമ്മുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും നമുക്ക് അവനുമായിട്ട് അത്ര കാര്യമുള്ളത്, അവൻ്റെ ഭാഗം അർത്ഥവത്തായിട്ട് നാം ജീവിക്കണം. ദൈവമേ, എന്നെ ശോധനയെ അറിയണമേ. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എല്ലാം അറിയുന്ന ദൈവം, ഞാൻ എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നവന് നാവിലെ വാക്കുകളും സകലം അറിയുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ഭാഗെ നാം ജീവിക്കുക. ഓർക്കുക, നമ്മുടെ ഹൃദയത്തിൽ നാം സാധാരണ പറയാറുണ്ടല്ലോ, ദൈവം എൻ്റെ ഹൃദയം അറിയുന്നു. പലപ്പോഴും ചില കാര്യങ്ങൾ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഉപയോഗിക്കുന്നത്. സത്യമാണ്, ദൈവം എൻ്റെ ഹൃദയം അറിയുന്നു എന്നുള്ള സത്യമാണ്. നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വേണ്ടവണ്ണം അറിയുന്നു എന്ന് കരുതരുത്. നിങ്ങളുടെ മോട്ടീവ്സ്, നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വ്യക്തമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് ശാന്തമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ട സമയങ്ങളുണ്ട്. ഗോഡ് ഗിവ് മീ ലൈറ്റ്, ദൈവമേ പ്രകാശം നൽകണമേ. വി ഷാൽ സീ ലൈറ്റ് ഇൻ ദൈ ലൈറ്റ്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. അൺലെസ് ഗോഡ് ഗീവ്സ് us light we cannot see, we are blind. ദൈവം നമുക്ക് പ്രകാശം തന്നെങ്കിൽ, വെളിച്ചം തന്നെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തതയുണ്ടാകുള്ളൂ, അല്ലെങ്കിൽ നാം അന്ധരാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗം ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നവൻ, ഹൃദയത്തെ അറിയുന്നവൻ നമ്മുടെ മനസ്സുകളും ഹൃദയങ്ങളുമായി കൊണ്ടുവന്ന ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ അറിഞ്ഞും ദൈവം ഭാഗം ജീവിച്ചും, ലെറ്റ്സ് ലിവ് ബിഫോർ ഗോഡ്, ദൈവത്തിൻ്റെ ഭാഗം നമുക്ക് ജീവിക്കാം. അർത്ഥപൂർണമായി നമുക്ക് ദൈവത്തെ സേവിക്കാം. മഹത്വപൂർണമായിരിക്കുന്ന ജീവിതം ദൈവത്തിന് നമുക്ക് ജീവിക്കാം. എന്നോട് ചേർന്ന ഈ ലക്ഷ്യത്തിൽ നിങ്ങളും പ്രാർത്ഥിക്കുക. സ്വർഗപിതാവേ, മഹത്വപൂർണമായിരിക്കുന്ന ജീവിതം, യേശുക്രിസ്തു മാതൃകയാക്കിയ ആ ജീവിതം അവിടുത്തെ മുമ്പാകെ ജീവിപ്പാൻ, അർത്ഥപൂർണമായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ തന്നെ. ആമേൻ.